എനിക്കും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത്ര പെട്ടെന്ന് ഇത്രയും റെസ്പോൺസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി. ഒന്ന് ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ്. കാര്യം എന്താ പറയുക, എല്ലാവരും ടോപ്പ് നോച്ച് ഇൻ ദ ഇൻഡസ്ട്രിയാണ്. ബാഹുലേട്ടൻ, വിജയചേട്ടൻ, ശിലാണ്ടം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇവരോട് വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് സാധിച്ചു. അത് സിനിമ നല്ലൊരു റെസ്പോൺസിലേക്ക് വന്നു തുടങ്ങി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്, ഒരു അച്ചീവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അഭിനയിച്ച ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ് വിനീതേട്ടൻ എല്ലാവരും. അപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പേസും ഈ സിനിമയിലുണ്ടായിരുന്നു. അപ്പം ചെന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ചേട്ടാ വേഗം വായിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഇതിപ്പം നിങ്ങൾ സിനിമ എത്ര പേരോട് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പം. പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക്, നായ്ക്കളുടെ രീതി, ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ബാഹുലേട്ടനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിങ്ങിൽ പിടിക്കാം എന്നുള്ളൊരു പരിപാടിയല്ല. നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും. അതുകൊണ്ടാണ് ഷാഫിക്ക നേരത്തെ പറഞ്ഞത്, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാവും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക, ബാക്കി നമ്മളപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആ സാഹചര്യത്തിൽ ഉണ്ടാവുക, ആ വണ്ടി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചുകൂടെ വലുപ്പമാവാം, അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇതിൽ അങ്ങനെയില്ല. ഇതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടു ദ എൻഡ് വരെ പോയിട്ടുള്ളത്. കാര്യം നമുക്ക് ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം അത്രയും ക്ലാരിറ്റിയോടെ തന്നെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്രയും എന്താ പറയുക, ഈ മിസ്റ്ററി എന്ന് പറയുന്നൊരു ജോണർ, എൻ്റെ രസം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്നൊരു ജോണറിൽ സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്ക്രീൻ പ്ലേ കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും വന്ന് നറേറ്റ് ചെയ്യാറാണ് പതിവ്. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാ മീഡിയ ആളുകളോടും സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും നല്ലൊരു റെസ്പോൺസാണ്, റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അതിൽ എല്ലാ പ്രേക്ഷകരോടും നമ്മുടെ ടെക്നിക്കൽ ടീംസും നമ്മളെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരോടും ഇതിൽ പ്രവർത്തിച്ച ക്രൂസിനെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളൊക്കെ അഭിനേതാക്കളാണ്. ഇവിടെ കംപ്ലീറ്റ് സറണ്ടർ ടു ദ ഡയറക്ടർ, അവരുടെ ഇൻസ്ട്രക്ഷൻസ്, ആ ഗൈഡൻസോടുകൂടി നമ്മൾ പെർഫോം ചെയ്ത് പോയി. പിന്നെ ഡബിങ്, ഇത് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് ഒരു ക്രാഫ്റ്റ്, ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷനായിട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അതുല്യരായ ടെക്നീഷ്യൻസ്, അവരാണ് ഇതിന് ആത്മാവ് കൊടുക്കുന്നത്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പടം വളരെ സോൾഫുള്ളായി മാറുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ. സോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഞങ്ങളും. സോ അതേ എക്സൈറ്റ്മെൻറ്റ്, പ്രേക്ഷകരെ പോലെ തന്നെ അതേ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ എക്സൈറ്റ്മെന്റ് തന്നെ ഞങ്ങളും ഷെയർ ചെയ്യുന്നു പ്രേക്ഷകരോട് കൂടി. അതിന് ഇവർക്ക് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്, ബിക്കോസ് ഇൻക്രെഡിബിൾ കോർഡിനേഷൻ. എവറി ടെക്നീഷ്യൻ, നമ്മുടെ ചീഫ് ടെക്നീഷ്യൻസ് ആയാലും ഇതിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻസ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആസ് ആർട്ടിസ്റ്റ് നമ്മൾ ആ സെറ്റിൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആർട്ട് അസിസ്റ്റൻസ്, ഇപ്പം ബാഹുലും നെഞ്ചത്തും ഈ വെതർ ഫേവറബിൾ അല്ലാത്തത് കൊണ്ടുള്ള ഹിൻഡ്രൻസസ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷെ അത് ഇവരുടെ ഒരു സപ്പോർട്ട്, പിന്നെ ആ ടെറൈൻ ഇറ്റ്സ് നോട്ട് വെരി സേഫ്. എസ്പെഷ്യലി സന്ദീപ് ചെയ്ത ഒരുപാട് പോർഷൻസ്, അതുപോലെ ബിനു, സന്ദീപും രഞ്ജിത്തൊക്കെ അതിലുള്ള ആ ഫൈറ്റ് സീക്വൻസ് ചെയ്ത ഇടങ്ങളൊക്കെ വെരി ഡേഞ്ചറസ് പ്ലേസസ്. പക്ഷെ അത് എത്രയും കെയർ എടുത്ത് അത് ആ സേഫ്റ്റി നോക്കി നമ്മൾ അത്രയും സേഫായിട്ടാണ് ക്രൂ. സോ അവർക്കൊരു വലിയ താങ്ക്സ് ടു ഓൾ ദി. നമുക്കറിയാം ഇതൊരു നമ്മൾ കടന്നു പോകുന്നൊരു ഫേസ്, പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് OTT വന്നതിന്
അതിനുശേഷം ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ദൗത്യം ഓരോരോ ഫിലിം മേക്കേഴ്സ്, അത് ഡയറക്ടറായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, റൈറ്റേഴ്സും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ്, ഞങ്ങളെല്ലാം റെസ്പോൺസിബിലിറ്റി കൂടി കൊണ്ടുവരാൻ ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അതിനനുസരിച്ചുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ആശയത്തോടു കൂടി അങ്ങനെ തിയേറ്ററിൽ വന്ന് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സിനിമയാണ് എക്കോ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ശരി, ഇത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു വിഷയം. ആൻഡ് പടം ഇറങ്ങി വളരെയധികം നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെരി ഹാപ്പി. ഞങ്ങൾക്ക്, ഞാൻ, ഈ ഇവിടെയുള്ള നടന്മാർ, ഇവിടെയുള്ള ടെക്നീഷ്യൻസ്, ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കരിയറിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയായിരിക്കും എക്കോ. ടെക്നീഷ്യൻസിനായാലും ശരി, ഞങ്ങൾ ആർട്ടിസ്റ്റ്മാർ, ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളായാലും ശരി. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT-യിൽ എന്തായാലും വരും, പക്ഷേ അത് തിയേറ്ററിൽ കിട്ടുന്ന ആ ഫീല്, ഈ സിനിമ ഉണ്ടാക്കിയ രീതി, അതിൻ്റെ സൗണ്ടിങ്, അപ്പം മുജീബാണെങ്കിലും വിഷ്ണു ഗോവിന്ദാണെങ്കിലും, അപ്പം അത് കംപ്ലീറ്റ്ലി അത് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കണം. കാരണം ഞാൻ ഒരു ടെക്നീഷ്യൻ സൈഡിൽ കൂടി വർക്ക് ചെയ്യുന്ന ഒരാളായതിനെ കൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇതെങ്ങനെയാണ് ബാഹുലും ദിഞ്ചിയും കൂടിയും ഇതിനെ കൺവിൻസ്, ഓഡിയൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും, ആ ഡോഗ്സിൻ്റെ പോർഷൻസ് ഒക്കെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു അങ്ങനെ കാണാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊതി ഇന്നലെ പൂർണ്ണമായും തീർത്ത് തന്നു. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് വിളിച്ച് കംപ്ലീറ്റ് അത് ക്ലിയർ ചെയ്ത്, അങ്ങനെയല്ലേ, അങ്ങനെ തന്നെയല്ലേ താൻ ഉദ്ദേശിച്ചത്, റൈറ്റിങ്ങിൽ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അത് എല്ലാ രീതിയിലും കൺവേ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബ്രില്യൻ റൈറ്റിംഗ്, ബ്രില്യൻ ഡയറക്ടർ, മ്യൂസിക്, എഡിറ്റർ, പിന്നെ പ്രൊഡ്യൂസർ, പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ്. ആദ്യം എഴുതിയത് കിഷ്കിന്ധാണ്ടൻ തന്നെയാണ്. കിഷ്കിന്ധാണ്ടൻ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് കാലതാമസം എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന്റെ ഡേറ്റ് എന്ന് ക്ലാരിറ്റി എന്നായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പോസ്റ്റായി. അപ്പോൾ എനിക്ക് വേറെ വർക്കിന് സിനിമാറ്റോഗ്രാഫിക്ക് വിളിച്ചാലും പോകാൻ പറ്റുന്നില്ല, ബിക്കോസ് കിഷ്കിന്ധാണ്ടൻ എപ്പോഴാണ് തുടങ്ങാന്ന് അറിയില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ വെറുതെ ഇങ്ങനെ സമയം പോവല്ലേ, അപ്പം അതിൻ്റെ ഒരു കുറ്റബോധം നിന്നൊന്ന് സ്വയം ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്തെങ്കിലും ഒരു കൃഷി നടത്തി നോക്കാം, ഭാവിയിൽ എപ്പോഴെങ്കിലും അത് പാകം ചെയ്ത് കഴിക്കാൻ യോഗം ഉണ്ടെങ്കിൽ എന്നാൽ ഇപ്പം കളയുന്ന സമയം ഒരു ഒരു നഷ്ടമായിട്ട് പിന്നീട് തോന്നുമല്ലോ എന്നുള്ളതുകൊണ്ട് ആ സമയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണിത്. കിഷ്കിന്ധാണ്ടത്തിൻ്റെ സബ്ജക്റ്റിൽ ആളുകളൊക്കെ അതിൻ്റെ സബ്ജക്റ്റിൻ്റെ വിഷയം കൊണ്ട് ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് സൈലൻ്റ് ആയിട്ട് പെരുമാറേണ്ടിയിരുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു ആ കഥയിൽ കൂടുതലും എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സ്ട്രേറ്റ് ഇത് എഴുതുമ്പോൾ ഇതിലെനിക്ക് ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ഒന്ന് ഫ്ലംബോയൻ്റ് ആയിട്ട് പെരുമാറുന്നവരോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നവരോ ഒക്കെ ആയാൽ കൊള്ളാമെന്നുള്ളത് അതൊരു വെറുതെ എനിക്കൊരു രസത്തിന് വേണ്ടിയിട്ട്, ഒന്നിനു വേണ്ടിയിട്ടല്ല. കാരണം അപ്പോഴൊന്നും ഇതൊന്നും സിനിമയാക്കാൻ പറ്റുന്നൊന്നും വിചാരിക്കുന്നൊന്നുമില്ല, എല്ലാവരുമായിട്ടും കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ടൈം പാസ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ